യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധത്തെ നിർവചിക്കുന്ന ഒരു വാക്യം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയിട്ടുണ്ട്. സുവിശേഷത്തിൻ്റെ ഏകദേശം അന്ത്യഭാഗത്താണത് വരുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ അവസാനത്തോളം സ്നേഹിച്ചു. ഇതാണ് അവർ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. പഴയ കാലത്തെ ഫിലോസഫി പഠിച്ചവർക്കറിയാം, മാൻ ഈസ് ദ മെഷർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം ഉണ്ടായിരുന്നു. അത് മുഴുവൻ ശരിയല്ല. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു, ലവ് ഈസ് ദ മെഷർ ഓഫ് ലൈഫ്. നമ്മളും കർത്താവും തമ്മിലുള്ള ദൂരം എത്രയാ, എങ്ങനെയത് അളക്കും? ത്രൂ ലവ്. അങ്ങനെയാണ് പത്രോസ് ശ്ലീഹായോട് 3 പ്രാവശ്യം അളക്കാൻ പറഞ്ഞു. അവർ തമ്മിലുള്ള ദൂരം അകരം കുറയ്ക്കാൻ വേണ്ടി സ്നേഹത്തെക്കുറിച്ചാണ്, വേറൊന്നും ചോദിക്കുന്നില്ല. അവരത് നല്ലതുപോലെ ആസ്വദിച്ചവരാണ്. കർത്താവിൻ്റെ സ്നേഹം ഗുരുവാണ്. പിന്നീട് മാർത്തോമാ ശ്ലീഹായും ഏറ്റുപറഞ്ഞു, എൻ്റെ ദൈവം നീയാണ്, എൻ്റെ കർത്താവും നീയാണ്. അതവരിങ്ങനെ അറിവിൽ വളർന്നു വരുന്നതേ ഉള്ളൂ. എന്നാലും അത് പൂർണ്ണമായില്ല. പെന്തക്കോസ്തിക്ക് ശേഷമാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയാൻ, തരം തിരിച്ച് അറിയാനുള്ള പ്രാവീണ്യം ലഭിച്ചത്. സങ്കീർത്തന പുസ്തകത്തിൽ 116 കാണാം, യഹോവ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും കാരുണ്യത്തിനും, അത്രയും ദീർഘമായിട്ട് അതിൽ ഞാൻ പരാവർത്തനം ചെയ്യുക, ഞാൻ എന്താണ് തിരികെ കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു ചിന്ത വന്നില്ലെങ്കിൽ നമ്മൾ കേവലം മനുഷ്യരല്ല. ദൈവം തരുന്ന നന്മകൾക്ക് എന്താണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്? കൊടുക്കാൻ സാധിക്കുമോ? ഏറ്റവും വലിയ ഒരു ദാനം അദ്ദേഹം തന്നത് സ്നേഹമാണ്. അതിനപ്പുറത്തൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തി. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ അത് ഈ സ്വന്തം ജീവിതത്തിൽ കാണിച്ചു. കേവലം പ്രസംഗം മാത്രമല്ല, പ്രസംഗങ്ങൾ അർത്ഥശൂന്യമായി സോപ്പുമുള പോലെ പൊട്ടിപ്പോകുന്നതിൻ്റെ കാരണമല്ല. നമ്മൾ ഈ പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാൻ മേല, ചെയ്യാൻ ഒട്ടും തയ്യാറല്ല. പിന്നെ ആരെങ്കിലും കേട്ടോട്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ പറയുന്നു. അവനവൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്തെങ്കിലും വിശേഷമുണ്ടോ? എന്നെ ക്ഷമ പഠിപ്പിക്കണമേ എന്നൊരാൾ പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ച് അവസാനം പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്നോട് കരുണ തോന്നിക്കോണം. അതാണ് നമ്മുടെ രീതി. പറയുന്ന കാര്യങ്ങൾ അത് മാതാപിതാക്കളോ അധ്യാപകരോ വൈദികരോ ആരും ആകട്ടെ, ഭരണകർത്താക്കളും ആവട്ടെ, അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ തരും. ഈയിലെ റോഡ് അടച്ചേച്ച് അപ്പുറത്തൂടെ റോഡാക്കാമെന്നൊക്കെ പറയും. അത് ഇലക്ഷൻ കാലത്ത് പറയുന്നതാണ്. അത് കേട്ടേക്കണം, അത്രയേ ഉള്ളൂ. പറയുന്ന കാര്യം ചെയ്യാൻ സാധിക്കുമോ? ഇംഗ്ലീഷിൽ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, വാക്ക് ദ ടോക്ക് എന്ന്. മഹാത്മജിയുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കസ്തൂർബ, രണ്ടുപേരും സാത്വികരാണ്, വിവാഹം കഴിച്ച സന്യസ്തരാണ്.
ഇടയ്ക്ക് കസ്തൂർബ വല്ലതൊക്കെ ചോദിക്കും, ഇങ്ങനെയാണോ വേണ്ടത്, നിങ്ങൾക്കറിയാവുന്നതൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കണം. ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന ആ സമയത്ത് കസ്തൂർബ ചോദിച്ചു, ഉപ്പില്ലാതെ ജീവിക്കാൻ നോക്കും, ഭക്ഷണം കഴിക്കാൻ നോക്കും. നിങ്ങൾ തന്നെ ഈ പറയുന്നത് ഉപ്പ് വേണം, ഉപ്പ് നിഷേധിക്കാൻ സാധ്യമല്ല, അതിന് സമരം ചെയ്യണ്ട. ഗാന്ധിജി ഒന്നും പറഞ്ഞില്ല. അന്ന് മുതൽ മരിക്കുന്നതുവരെ അദ്ദേഹം ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഇത് ചരിത്രത്തിൽ ഇത് കാണുകയല്ല. അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചില്ലേ പിന്നെ എന്തിനാ പ്രസംഗിക്കുന്നത് അദ്ദേഹം ചോദിക്കും. നിങ്ങളെല്ലാവരും നാളെ നോയമ്പ് തുടങ്ങുകയാണ്, നാളെ 25 നോയമ്പ് തുടങ്ങുകയാണ്, എല്ലാവരും നോയമ്പ് നോക്കണമെന്ന് ഇവിടെ വന്നുകൊണ്ട് പറയും. ഈ പറയുന്ന ആളുടെ കാര്യം അത് നമുക്ക് ആത്മശോധനയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല, അവർ കേൾക്കാനല്ല. നമ്മൾ പറയുന്ന സതുപദേശങ്ങൾ നമ്മളിൽ കാണുന്നില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബോധ്യം വരുന്നത് ജനത്തിനായിരിക്കും. ഉപദേശിക്കാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഒരാൾ മറ്റൊരാളിനെ ഉത്കടമായി സ്നേഹിക്കുന്നതിനുള്ള എന്താണ് എവിഡൻസ്? ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം കൊടുക്കാം, മെറ്റീരിയലായിട്ടുള്ളതൊക്കെ കൊടുക്കാം. ജീവൻ കൊടുക്കാൻ തയ്യാറാകുമോ? എങ്കിൽ അതാണ് പരമമായ സ്നേഹത്തിൻ്റെ ലക്ഷണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സ്വന്തം ശരീരത്തിൽ, സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കി. അതിന് എന്താണ് പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുക എന്ന് സങ്കീർത്തനൻ ചോദിച്ചു. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്ന് ചോദിച്ചത് ആരാ? ബൈബിളിനകത്തുള്ളത്. ഇത് പോയി നോക്കണം. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യമാണ്. When a man dies, will he come back to life എന്നൊരു ചോദ്യമുണ്ട്. അതിന് അത്ര വ്യക്തമായൊരു ഉത്തരം അതിന് ആ പുസ്തകത്തിലില്ല. എന്നാൽ അദ്ദേഹം ഒരു ദർശനം പോലെ പറയുന്നുണ്ട്, അവസാനം ഇതെല്ലാം പോയാലും ഞാൻ അവനെ കാണും, സശരീരനായി ഞാൻ അവനെ കാണും, എൻ്റെ രക്ഷകൻ ജീവിക്കുന്നതൊക്കെ പറഞ്ഞ് അദ്ദേഹം പഴയ നിയമത്തിൻ്റെ പുറംചട്ടയെല്ലാം പൊളിച്ച് പുറത്തോട്ട് പോകുന്ന ഒരാളാണ് അവിടെ ജോബ്. യോബിൻ്റെ ടോർമെൻറ്റേഴ്സ് എന്നൊക്കെ പറയും, സെമിനാരി പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. യഹൂദന്മാരുടെ വേറിറങ്ങിയ വിശ്വാസമായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം വന്നാൽ അവൻ്റെത് കുറ്റം കൊണ്ടാവാം, അങ്ങനെ തന്നെ വരണം. നമ്മളെ പിള്ളേർ പറയത്തില്ല അങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ, നീ ഏതാണ്ട് കുറ്റം ചെയ്യും, അതുകൊണ്ടാണ് ഇവൻ കുരുടനായി പുറക്കാൻ കാരണം, അവൻ കുറ്റം ചെയ്ത അവൻ്റെ അപ്പനും അമ്മയെന്ന് വലിയപ്പനാണെന്നൊക്കെ ചോദിക്കും. അത് യഹൂദന്മാരുടെ ഒരു വിശ്വാസമാണ്. എന്തെങ്കിലും ഒരു രോഗമോ കുഴപ്പമോ ക്യാൻസറോ ഒക്കെ വന്നാൽ അവൻ്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ്, അല്ലെ അവൻ്റെ അപ്പനും അമ്മയോ കുഴപ്പം. അതാ നമ്മൾ അങ്ങനെ പറയും. യഹൂദന്മാർ അതിനെയാണ് ഇയ്യോബ് പൊളിക്കുന്നത്. ഇയ്യോബ് ചലഞ്ച് ചെയ്ത്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ അങ്ങനല്ല, നിനക്ക് ഇതൊക്കെ വന്ന് ഭവിച്ചെങ്കിൽ നീ കുഴപ്പക്കാരനാണ്, യു ആർ എ സിന്നർ. ആ യഹൂദന്മാരുടെ എബ്രായക്കാരുടെ പരമ്പരാഗത വിശ്വാസത്തെ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഇയ്യോബ് പഴയ നിയമത്തിൽ നിന്ന് പുറത്ത് ചാടുന്നത്. അതൊരു വലിയ ചലഞ്ചാണ്. അങ്ങ് പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് സെമിനാരി. യഹോവ തരുന്ന ഉപകാരങ്ങൾ എന്ത് പകരം കൊടുക്കുമെന്ന് ചോദിച്ചാൽ, ഇത്രയും വേദന സഹിച്ചിട്ടും ഭാര്യ വന്ന് അവരിലെ ഏറ്റവും വലിയ പിന്നെ ഉപദേശിക്കുന്നയാൾ, മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുന്നയാൾ, അപ്പോൾ ചെവി വന്ന് മന്ത്രിക്കുന്നയാൾ, അവർ പറഞ്ഞു നിങ്ങൾ എന്നതിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതെല്ലാം സംഭവിച്ചിട്ട് പിന്നെ ഞാൻ യഹോവയുടെ ഭക്തനാണെന്ന് പറയാതെ തള്ളിക്കള, ഉപേക്ഷിച്ച് കളയാന്ന് പറഞ്ഞുകൊണ്ടേ പറഞ്ഞു, നീ എന്നാ കിറുക്കായി പറയുന്നത്. മലയാളത്തിൽ പരിപാടി നീ പൊട്ടി എന്നൊക്കെ പറയുന്നത്, പൊട്ടി എന്നുള്ളത് അർത്ഥം ചെവിയെ കവിയാതെന്നല്ല അതിൻ്റെ അർത്ഥം, വിവരമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നീ ഈ പറയുന്നത്? എനിക്ക് ജീവിതം തന്ന, ശ്വാസം തന്ന, ഇന്നയോളം എന്നെ കാക്കുന്ന, നാളെയും മരിച്ചു കഴിഞ്ഞാലും എന്നെ കാക്കുന്ന ദൈവത്തെ ഞാൻ തള്ളിപ്പറയുമോ? ഇഗ്നാത്തിയോസിൻ്റെ ഭാഷയാണ്. 86 കൊല്ലം ഞാൻ ജീവിച്ചിരുന്നു, ഇനി ഈ പ്രായത്തിൽ ഞാൻ യഹോവയെ തള്ളി പറയണോ? കർത്താവിനെ ചെയ്യുകയില്ലെന്ന് പറഞ്ഞു. ഇതൊരു വല്ലാത്ത അനുഭവമാണ്. നമ്മുടെ തലമുറയിലൊന്നും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും തലയിൽ കയറത്തില്ല ആരുടെയും. എന്താണ് പ്രത്യുപകാരം ചെയ്യുക?
ഒരുവൻ തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹലക്ഷണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ഇത് നമ്മളിരുന്ന് ചിന്തിക്കുക, ഇങ്ങനെ ഉണ്ടോ? സെയിൻറ്റ് ജോർജിനെ നമ്മൾ പുകഴ്ത്തുന്നു. എന്താ കാരണം? അത്ഭുത പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഗീവർഗീസ് പറഞ്ഞ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടിക്കൊരു ചുമ്മാ കിട്ടുന്നതല്ലേ, പള്ളിയിലിരുന്ന് പോയേച്ചാവൻ. ഇത്രേ ഉള്ളോ ഗീവർഗീസ് നമുക്ക്? ആ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ, അദ്ദേഹത്തിന് യുവാവാണ്, ഒരു ഭാവിയുണ്ട്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഭാവിയുള്ള മനുഷ്യനാണ്. തൊഴിലില്ലാത്തവനല്ല, ജോലിയുണ്ട്. എന്നാൽ ഇന്നത്തെ പോലെ ഡെമോക്രസി ഇല്ലാത്ത കാലത്ത് അവനവൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. രാജാവ് പറയുന്ന ആളിനോട് പ്രാർത്ഥിച്ചോളം ചിലപ്പോൾ രാജാവ് തന്നെ ദൈവമായിട്ട് പരിഗണിക്കപ്പെടും. അങ്ങനെയുള്ള കാലമൊക്കെ ഉണ്ടായിരുന്നു പലയിടത്തും. അതിന് തയ്യാറായില്ല. പല ആകർഷണീയമായ പ്രോമിസസൊക്കെ കൊടുത്തിട്ടും സെയിൻറ്റ് ജോർജും ഒന്നും വഴങ്ങിയില്ല. കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പാർട്ടി മാറുന്ന MLA-മാരും MP-മാരുള്ള രാജ്യത്തല്ലേ നമ്മൾ ഈ അന്തസ്സൊക്കെ പറയുന്നത്. ആയാറാം കെയാറാം എന്ന് പറഞ്ഞാൽ കൂടുതൽ കോടികൾ ആര് കൊടുക്കും അവരുടെ കൂടെ പോകും, വോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഭയങ്കര ഗീർവാള പ്രസംഗവും പറയും, ജനാധിപത്യത്തിൻ്റെ ശക്തിയാണെന്നൊക്കെ പറയും. സെയിൻറ്റ് ജോർജിൻ്റെ പ്രലോഭനങ്ങൾ, ടെംപ്ടേഷൻസ് ഉണ്ടായി മെറ്റീരിയലായിട്ടുള്ള അത് പിടിച്ചോണേ ആൾ താഴെ വീഴാവുന്ന കുലുക്കിയര് റാസിക്ക് പോയതിന് ക്ഷീണമാണ്. ഓനെ ഒന്ന് നിവർന്നിരുന്ന് നിൻ്റെ മുഖം ഒന്ന് കണ്ടോട്ട് ഞാൻ. അപ്പോൾ പല പ്രലോഭനങ്ങളും വരെ അദ്ദേഹത്തിന് വന്നു. നിനക്ക് ഉദ്യോഗക്കയറ്റം തരാം, കൂടുതൽ ശമ്പളം തരാം, ഒരു കാര്യം മാത്രം കണ്ടീഷൻ, നീ പറയുന്ന ജീസസ് ഓഫ് നാസറേത്ത് അതിന് വേണ്ടാന്ന് പറഞ്ഞേക്കണം, ഞാൻ പറയുന്ന ആളിനെ എടുക്കുമ്പോട്ടോ. അദ്ദേഹം നോ എന്ന് പറഞ്ഞു. നമുക്കത് മനസ്സിലാകത്തില്ല. എടാ ഇത്രയൊക്കെ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ആരായി നോ പറയുന്നു? പല മനുഷ്യനെയും അടിപ്പെടുത്തുന്നത് ഇതാണ്, ഇങ്ങനെയുള്ള ടെംപ്ടേഷൻസാണ്. പണം, സൗന്ദര്യം, ഇതെല്ലാം സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ മനുഷ്യനെ കുടുക്കിലാക്കുന്നത്. സന്യാസിമാരുടെ ചരിത്രം തുടങ്ങുന്ന കാലത്തുള്ള 8 ഡെഡ്ലി തോട്ട്സ്, കാത്തലിക് ട്രഡീഷന് വന്ന 7 ഡെഡ്ലി സിൻസ് എന്ന് പറയുന്നത്. എവാഗ്രിയസൊക്കെ പോണ്ടക്കസൊക്കെ പറയുന്നത് 8 ഡെഡ്ലി തോട്ട്സ്. നമ്മൾ പറയും ഇന്ന ആൾ വളരെ പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, സുന്ദരനാണ്, അല്ലെങ്കിൽ ബേപ്പൂർ സുൽത്താൻ്റെ ഭാഷയിൽ സുന്ദരന്മാരും സുന്ദരിമാരുമാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് എന്നതാണ് പുറത്തെ ആകാരം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ ശരീരമാണോ, ആ ആളിനെയാണോ, വ്യക്തിത്വമാണോ? ആദരിക്കുന്നത്, മതിക്കുന്നത് മറ്റൊരു ശരീരമാണോ, വ്യക്തിയെയാണോ, വ്യക്തിത്വത്തെയാണോ? ഇതെന്നും പ്രസക്തമായി പറയുന്നത്. ഇപ്പോൾ ലസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലെ അർത്ഥം അന്ന് സന്യാസിമാർ വ്യാഖ്യാനിച്ചാൽ അപ്പുറത്തോട്ട് പോയിട്ടില്ല. അതിന് ശേഷം യു ടേക്ക് കെയർ ഓഫ് അനദർ പേഴ്സൺസ് ബോഡി, നോട്ട് ഹിസ് പേഴ്സണാലിറ്റി, നോട്ട് ഹിം ആസ് എ പേഴ്സൺ. ഇന്നും അത് പ്രസക്തമാണ്. ഇപ്പോൾ ഗീവർഗീസിന് ഒത്തിരി വാഗ്ദാനങ്ങൾ കിട്ടി, അദ്ദേഹം സമ്മതിച്ചില്ല. അതുകൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്തെല്ലാം നേടാമോ നേടിയതും നേടാത്തതും എല്ലാം പോയി. അനാഥനായി എന്ന് വെച്ചാൽ അപ്പനമ്മയും പോയതല്ല, ജീവിക്കാൻ മാർഗമില്ലാതെ, ആശ്രയമില്ലാതായി. പിന്നെ അത് ഇങ്ങനെ വെറുതെ ചുറ്റി തെക്കോട്ട് മടക്കോട്ട് നടക്കുക. നമ്മുടെ തിരുവല്ലക്കാരുടെ ഭാഷയിൽ പറഞ്ഞ തെക്കോട്ട് മടക്കോട്ട് നടക്കുക, പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. എങ്കിലും ഈ ഒന്നുമില്ലാത്ത മനുഷ്യൻ, അനാഥൻ, നിസ്വൻ എന്ന് പറഞ്ഞാൽ ഒന്നും കയ്യിലില്ലെന്നർത്ഥം. ഒന്നുമില്ലാതെ അപകടത്തിലായി, ചിലപ്പോൾ ജീവനും നഷ്ടപ്പെട്ടേക്കാവുന്ന രീതിയിൽ ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ, പ്രാണഭയത്തിലായിരിക്കുന്ന മനുഷ്യൻ, ആരാണെന്ന് പോലും അറിയാത്ത ആരെയൊക്കെയോ സഹായിക്കാൻ പോകുന്ന ചരിത്രം നമുക്ക് മനസ്സിലാകുമോ? സമാരിറ്റൻ, ഗുഡ് സമാരിറ്റൻ എന്ന് പറയാൻ അങ്ങനെ പുസ്തകത്തിലില്ല. സമാരിറ്റൻ എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ശമറിയാക്കാരൻ നമ്മൾ ചേർത്ത് കൈ നിട്ട് പറയുന്നതാണ് നല്ല ശമറിയാക്കാരൻ. പുസ്തകത്തിൽ അങ്ങനെയില്ല. ഒരു ശമറിയാക്കാരൻ
ശബരിയാക്കാരൻ വന്നപ്പോൾ ഒരുത്തിന് ആ റോഡിൻ്റെ അവിടെ ഓടയുടെ അടുത്ത് കിടക്കുന്നു. ആരാണെന്നറിയാൻ പാടില്ല. അന്നൊക്കെ ആളിൻ്റെ സാമൂഹ്യ നില അറിയണമെങ്കിൽ അയാളുടെ വസ്ത്രം, ലിവറി ഒക്കെ നോക്കണം. ചിലപ്പോൾ സ്റ്റാറും ഒക്കെ കാണുമായിരിക്കാം. ഇതൊരു രക്ഷയില്ല. അവൻ്റെ ദേഹത്ത് ഈ ഇങ്ങനെ പറയുന്നത് യാതൊരു സാധനവുമില്ല. അപ്പോൾ ആരാണെന്നറിയില്ല. യഹൂദനാണോ ശമറിയാക്കാരനാണോ വേറെ വല്ല നാട്ടുകാരനാണെന്നോ ഊതി പിടിയില്ല. ആരാണെന്നറിയാത്ത, അഡ്രസ്സ് ഇല്ലാത്ത, ആധാർ കാർഡില്ലാത്ത ഒരുത്തിനെ സഹായിക്കാൻ പോകുമോ? അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കും, വേണോ, ഇത്രയ്ക്ക് വേണോ എന്ന്. പക്ഷേ ആ മനുഷ്യൻ പോയി. അതാണ് സ്പിരിച്വാലിറ്റി. അയാൾ പോയി അവൻ്റെ മുറിവിലൊക്കെ അന്നത്തെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. എണ്ണയും വീഞ്ഞും പകർന്നൊക്കെ പറഞ്ഞാൽ സെപ്റ്റിക്കാകത്തില്ല. അവൻ ആഹാരം ഉണ്ടാക്കാൻ, അവനന്ന് വിശ്രമിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തു. ആരാണെന്നറിയില്ല. ഇത് വലിയ പ്രതീകങ്ങളാണ്. ഇങ്ങനെ ബൈബിളിൽ ഒരുപാടുണ്ട് ഇങ്ങനെ. ഇപ്പോൾ സെയിൻറ്റ് ജോർജ് മരണഭയത്തിലായിരിക്കുമ്പോൾ തന്നെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാളിനെ മാത്രമല്ല, ആ ആൾ ഉൾപ്പെടുന്ന ഒരു സമാജത്തെ, ഒരു സമൂഹത്തെ സഹായിക്കാൻ തൻ്റെ കയ്യിലോ ഒന്നുമില്ല. പിന്നെ ആ പാടെയുള്ളത് യേശുക്രിസ്തു. ആരായത് പറഞ്ഞത്? പൊന്നും വെള്ളി എൻ്റെ കയ്യിലില്ല. പൊന്നുമില്ല വെള്ളിയെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് വിളിക്കുന്ന മഹാന്മാരാണ് നമ്മൾ. ഇല്ലെന്നാണ് പത്രോസ് പറഞ്ഞത്. നമ്മൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നും പോക്കറ്റ് ഇട്ടിട്ടൊന്നും കിട്ടാനില്ല. പിന്നെ ആ പാടെ ഉള്ളതെന്താ? യേശു ക്രിസ്തുവിൻ്റെ നാമം പിടിച്ച് എഴുന്നേറ്റു. സെൻറ്റ് ജോർജിനും വേറെ ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന് പണമില്ല, ഉദ്യോഗമില്ല, സ്ഥാനമില്ല. ഈ പടത്തിൽ കാണുന്ന പോലെ കുതിരയോ വല്ലതും കാണുമായിരിക്കും. അവിടെ പോയി വേറൊരു സ്ഥലത്ത് പോയി ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു രാജകുമാരി എന്നൊക്കെ പറഞ്ഞു കളയരുത്, ആ ഒരു സമൂഹം, ആ വില്ലേജോ ടൗണോ എന്നാന്ന് വെച്ചാൽ അതിനെ മുഴുവൻ രക്ഷപ്പെടുത്താൻ സ്വയം ഒന്നുമില്ലാതെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരാൾ വേറെ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒതുങ്ങുമോ? അതാണ് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം. തനിക്കുള്ളതെല്ലാം പോയി. ഇനി ആകെപ്പാടെ ഒരു ജീവനേ ഉള്ളൂ. അതും കൂടെ പോയേക്കാം. പക്ഷേ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന, നിത്യേന ഓരോരുത്തരും വീതം മനുഷ്യനും മൃഗങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അത് ഒരു ലെജൻഡാണ്. സത്യമായാലും അല്ലെങ്കിലും അതൊരു ലെജൻഡാണ്. അതിനകത്തൊരു പ്രിൻസിപ്പലുണ്ട്, അത് മാത്രം എടുത്താൽ മതി. സ്വയമേവ കഷ്ടപ്പെടുന്ന ഒരാൾ വേറൊരാളിനെ ശുശ്രൂഷിക്കാൻ തയ്യാറാകുമോ? ഒരു രോഗി വേദനയിലായിരിക്കുന്നയാൾ വേറൊരാളുടെ വേദനയെ ശമിപ്പിക്കാൻ മനസ്സ് കാണിക്കുമോ? ഇതൊക്കെ മനുഷ്യ സമൂഹങ്ങളിലെ വ്യക്തിബന്ധങ്ങളുടെ അകത്തുള്ള കഥകളാണ് ഞാൻ ഈ പറയുന്നത്. യഹോവ തന്ന ഉപകാരങ്ങൾ ഞാൻ എന്താ പകരം അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല. പിന്നെ ആർക്കാ കൊടുക്കും? മനുഷ്യർക്ക് കൊടുക്കും. കൊടുത്തു തീർക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പം ദൈവത്തെയും സ്നേഹിക്കണം, സഹജീവികളെയൊക്കെ അവരാരാണെന്ന് അറിഞ്ഞില്ലെങ്കിലും സ്നേഹിക്കണമെന്നാണ് പറയും. എല്ലാ കൽപ്പനയും കൂടെ ഓൾ ബോയിൽഡ് ഇൻറ്റു 1 ഇൻറ്റു 2. ദൈവത്തെ സ്നേഹിച്ചാണ് മനുഷ്യർ ഇതാ നടപ്പാക്കാൻ ശ്രമിച്ചത്. നമ്മൾ പറയുന്ന വലിയ സന്യാസ പിതാക്കൾ, ക്രിസ്തീയ സന്യാസം ഉണ്ടായത് കിഴക്കൻ സഭയിലാണെന്നറിയാമല്ലോ. അന്തോനിയോസ് മുതൽ പേരിങ്ങോട്ട് അങ്ങോട്ട് അന്തോനിയോസ് തയ്യാറാക്കാരെന്ന് പറയുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തൊട്ട് അങ്ങോട്ട് തുടങ്ങും. അവരുടെ ശ്രമം കേവലം കുറച്ച് ദിവസം പട്ടിണി കിടക്കുക എന്നുള്ള, അല്ലെങ്കിൽ പരിവരുത്ത വസ്ത്രം ധരിക്കുക എന്ന് മാത്രമല്ല, ചൂടടിച്ച് മരുഭൂമി താമസിക്കുന്നത് മാത്രമല്ല, ഈ 2 കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കുമോ? ഇതൊക്കെ പറയാൻ പ്രസംഗിക്കാം. ദൈവത്തെ എല്ലാ ശക്തിയും ആത്മാർത്ഥമായി ഉപയോഗിച്ച് സ്നേഹിക്കണം, ആരാധിക്കണമെന്നല്ല. ശാബത്തിനെ 10 കൽപ്പനകളെ കുറിച്ച്, ശാബത്തിനെ കുറിച്ച് എന്നാ പറഞ്ഞിരിക്കുന്നത്? സൺഡേ സ്കൂളിലെങ്കിലും പഠിച്ചതല്ലേ എന്നാ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ശാബത്ത് ആചരിക്കണമെന്നാണോ? ശുദ്ധീകരിക്കുക എന്നാണ് പറഞ്ഞത്. ശാബത്തിനെ അത് നമ്മൾ കൃത്യച്ച് വായിക്കണം. ശാബത്ത് ആചരിക്കണമെന്നല്ല പറഞ്ഞേക്കുക, ശാബത്തിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക. നമ്മൾ വിചാരിച്ച ശാബത്തിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുമോ? ആരാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? നമ്മളോ ശാബത്തോ? ചെമ്മാർ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്. ശാബത്തിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളാണോ ശുദ്ധീകരിക്കപ്പെടുന്നത്? ശാബത്താണോ? ശാബത്ത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടി.
എന്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കും? രണ്ടാമത്തെ കൽപ്പന മനുഷ്യനെ ഇങ്ങനെ ദൈവം തരുന്ന ഉപകാരങ്ങൾ ദൈവത്തിനൊന്നും കൊടുത്ത് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടെന്ന് രീതിയില്ല കഥ. മനുഷ്യരെ സ്നേഹിക്കുമോ? അതാണ് ഏറ്റവും വലിയ പ്രത്യർപ്പണം. തിരിച്ചങ്ങോട്ട് അർപ്പിക്കുന്നതിൻ്റെ പേരാണ് പ്രത്യർപ്പണം എന്ന് പറയും. ഇതാണ് സെയിൻറ്റ് ജോർജ് ചെയ്യുന്നത്. അദ്ദേഹം ആരെ വിശ്വസിച്ചു, ആരെ സ്നേഹിച്ചു, ആ വാക്ക് തന്നെ പറയണം. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് മുറിഞ്ഞ് അറിയാൻ പാടില്ല, റെജിസ്റ്റോട് ചോദിച്ചാൽ മതി. ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ട്രസ്റ്റ്. അതിനൊരു ബോഡി ലാംഗ്വേജോട് പറഞ്ഞാലും മനസ്സിലാകത്തു. എനിക്ക് ഇന്നയാളെ വിശ്വാസമാണ്, എന്നെ വാലു വാരത്തില്ല, ഞാൻ അദ്ദേഹത്തിൻ്റേത്. അതാണ് വിശ്വാസത്തിൻ്റെ ആണിക്കൽ. ഇപ്പോൾ സെയിൻറ്റ് ജോർജിൽ കാണുന്ന നമ്മളിത് ഈ ആഘോഷിക്കുന്നതൊക്കെ അദ്ദേഹം വേദന അനുഭവിച്ചും നഷ്ടം സഹിച്ചും കൊല ചെയ്യപ്പെട്ടും സൂക്ഷിച്ചത് ഈ സ്നേഹമാണ്. എനിക്ക് ദൈവത്തെ സ്നേഹമായതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. ആരാണെന്നറിയാത്തവരെയൊക്കെ സഹായിക്കാനാകുന്ന പോലെ സഹായിക്കാൻ തയ്യാറാകുന്നു. അല്ലാതെ എന്താ മനുഷ്യത്വത്തിൻ്റെ ലക്ഷണം? വില കൂടിയ വസ്ത്രം ഇട്ടിട്ട് വരുന്നതുകൊണ്ടാണോ? എത്ര മീറ്ററാ, 10 മീറ്റർ നടക്കുന്നതുകൊണ്ടാണോ വിശുദ്ധനാണ്? അല്ല. പണ്ട് ക്രിസോസ്റ്റത്തിന് വേണ്ടി പറയുമായിരുന്നു, ഈ പള്ളി വരുമ്പോഴും കല്യാണത്തിന് വരുമ്പോഴും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി എടുത്തുകൊണ്ട് വരും. ആര് കാണാനാ? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, ഞാൻ ചോദിച്ചതല്ല. അദ്ദേഹം പറഞ്ഞ് വല്ലവരും കാണാനാ, ധരിക്കുന്നയാൾ കാണുന്നില്ലല്ലോ. ബ്യൂട്ടി ഈസാണ്, വേറൊരാളുടെ കണ്ണിലല്ലയോ ബ്യൂട്ടി ഇരിക്കുന്നത്. അപ്പം നമ്മളൊരു ഷോ ആണോ? ഇതൊരു ഞങ്ങളുടെ കൂട്ടിലതൊക്കെ ഉണ്ട് ഈ ഷോ. ഞാൻ തുറന്നൊക്കെ പറയുന്നതേ ഉണ്ട്. ഈ ഷോ അല്ല ആത്മീയത എന്ന് പറയും. എക്സിബിഷൻ അല്ല ആത്മീയത എന്ന് പറയുന്നത്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾക്കാമ്പ് പോയി. ചാരിറ്റി എന്നുള്ള വാക്കിൻ്റെ പോയി വല്ലവൻ്റെ പോക്കറ്റിൽ കാശ് ഞാൻ വായിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ പേര് ചാരിറ്റി എന്നാണ്. ആണോ? ഒരു വലിയ ചാരിറ്റി ചെയ്തു റിപ്പോർട്ട് വായിക്കുന്നുണ്ട്, 100 പേർക്ക് അത് കൊടുത്തു ഇത് കൊടുത്തൊക്കെ പറയും. നമ്മൾ ത്യാഗം സഹിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? പിരിവെടുത്ത് കൊടുത്ത് ഈ ചാരിറ്റി എന്ന് പറയുന്നതിൻ്റെ വേദശാസ്ത്രം എന്താ? ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. സെയിൻറ്റ് ജോർജ് മെഴുകുതിരി ഉരുകി തീരുന്നത് പോലെ ഉരുകിത്തീരുന്നു. അതാണ് മനുഷ്യ ജീവിതം. ഉരുകി തീരണം. ഒരു ചുറ്റുവട്ടത്തിൽ പ്രകാശം കൊടുത്തുകൊണ്ടേയിരിക്കണം. കുഞ്ഞുണ്ണിയുടെ കവിതയുണ്ടല്ലോ, അച്ഛന്മാർക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടി എഴുതിയതാണെന്ന് തോന്നുന്നു അദ്ദേഹം. പാതിയിൽ നിന്ന് തിരിക്കണം, പാതിയിൽ തിരിഞ്ഞാൽ പോരാ, പാതിരിയാകാൻ തിരിപോൽ കത്തി എരിഞ്ഞിടണം എന്നാണ് കുഞ്ഞുണ്ണിയുടെ കവിത. അമേരിക്ക വെച്ച് കേട്ട് കാണത്തില്ലത്. പോരാ പാതിരിയാകാൻ തിരിപോൽ കത്തി എരിഞ്ഞിടണം. അത് ക്രിസ്ത്യാനിയല്ല, കവിയാണ്. കവിക്ക് സാർവലൗകിക മാനമുണ്ട് കവിയുടെ ഭാവനയ്ക്ക്. സെയിൻറ്റ് ജോർജിനെ നമ്മൾ ഇന്ന് ഒരുപാട് ആദരിക്കുന്നു. പ്രദക്ഷിണമൊക്കെ എത്രയും പാതിര വരെ അവിടെ വരെ നടത്തും അച്ഛന്മാരെ കാപ്പ ഇട്ടുകൊണ്ട്. അതൊക്കെ നമ്മുടെ ഒരു പണിയാണത്. നടന്നോ? എന്താണ് സെൻറ്റ് ജോർജിൽ നമുക്ക് പഠിക്കാൻ സാധിച്ചത്, അഥവാ പഠിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കുമോ? പരമേൽ തിരുമേനിയുടെ, സഭാവാസുരൻ വട്ടശ്ശേരി തിരുമേനിയുടെ, സ്റ്റേഫാനോ സഹദായുടെ, സെൻറ്റ് ജോർജിലെയൊക്കെ പണിയൊക്കെ കൊച്ചു മടിയിരുത്തി പറഞ്ഞു കൊടുക്കുക. അതിൽ ആദ്യത്തെ സൺഡേ സ്കൂൾ, ആദ്യത്തെ പാഠശാല അമ്മയുടെ മടിയാണല്ലോ. പിന്നെ ഉള്ളു ബാക്കിയല്ല. ഇത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ കുഴപ്പം. ഇപ്പം നമ്മുടെ പല കുട്ടികളും പുറത്തോട്ട് പോയി, മൈഗ്രേഷനിൽ പോയി. സൺഡേ സ്കൂൾ നിർണായകമാണ്. ഞങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അത് ഓസ്ട്രേലിയയിൽ പോയി. അവിടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടത് ഇങ്ങോട്ട് ചെരിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ തോന്നുന്നു. അച്ഛനും ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. ആ മീറ്റിംഗ് കൂടിയപ്പോൾ എനിക്ക് വളരെ പരിതാപകരമായിട്ട് തോന്നി. ടീച്ചേഴ്സിന് വലിയ ഒരു ഗ്രാഹ്യവും ഇല്ല ഇത് എന്താണെന്നോ ടീച്ചിങ്ങിനെ കുറിച്ചോ എന്തായാലും കാര്യം ഒരു പിടിയില്ല. ഒത്തിരി അധ്യാപകരുണ്ട്, മറ്റ് സഭയിൽ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വന്നവരൊക്കെ ധാരാളമുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കിത്തരാം, ഹാൻഡ് ബുക്ക് ഫോർ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. അപ്പോൾ അവർക്ക് സന്തോഷമായി. അത് അവിടെ നിന്ന് തന്നെ ഞാൻ കുറേ ടൈപ്പ് ചെയ്തുണ്ടാക്കി. പാർട്ടി വന്നു. കൊച്ചി ഭദ്രാസനത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ചോ?
ഒരു ചെറിയ ഹാൻഡ് ബുക്കും അവസാനം ഒരു മോഡൽ ലെസൺ പ്ലാൻ ഇത്രയും ആക്കി കൊച്ചിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ഒരു കോപ്പി അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഞങ്ങൾക്ക് വേണ്ടിയാണ്, സെൻട്രലിന് വേണ്ടിയല്ല. നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി അങ്ങേയറ്റത്തെ പഠിക്കുകയാണെങ്കിലും സമരം ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് വേണം. ഇനിയിപ്പോൾ സമരം കൂടും. സെയിൻറ്റ് ജോർജ് ഒരു തത്വം ഉണ്ടായിരുന്ന ആളായിരുന്നു. സൗകര്യം പോലെ നിറം മാറുന്നതല്ല ഓന്തിൻ്റെ കൂട്ട്. അദ്ദേഹം ഒരു തത്വമുള്ള ആളായിരുന്നു. അത് വിശ്വസിച്ചു, അതിനെ അവസാനം വരെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെ അവസാനം വരെ സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അമ്മയുടെ മടിയിൽ കുഞ്ഞിരിക്കുന്നു. കുഞ്ഞിന് ഒരു അക്ഷരം പോലും പറയാൻ അറിഞ്ഞിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ അമ്മയും കുഞ്ഞും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എങ്ങനെയാ ചിന്തിച്ച് നോക്കും. അക്ഷരം പറയാൻ പഠിച്ചിട്ടില്ല, ഭാഷയും പഠിച്ചിട്ടില്ല കുഞ്ഞ്. അമ്മയുടെ പടി ഇരിക്കുക. പക്ഷേ അവർ തമ്മിൽ നല്ല അമ്മ ചിരിക്കും, കുഞ്ഞും ചിരിക്കും. അമ്മ പറയും, കുഞ്ഞിന് വേണ്ടതൊക്കെ മനസ്സിലാവും. എന്താ ഭാഷയിലായി പറയുന്നത്? അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ലാംഗ്വേജ് എന്താ കുഞ്ഞേ? ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഏത് ഭാഷയിലാണ് പറയുന്നത്? കർത്താവിൽ പ്രിയരേ എന്നാണ് പറയണത്. ഇന്ന് ദൈവം വന്ന് മുത്തൂറ്റ് പള്ളിയിലുള്ളവരുടെ പ്രസംഗിച്ചാൽ എന്താ പറയും? കർത്താവിൽ പ്രിയ മക്കളെ എന്ന് പറയുമോ? ഞങ്ങളൊക്കെ ഇങ്ങനെ വങ്കത്തരം പറയുന്നവരാ, കർത്താവിൽ പ്രിയരേ എന്ന്. ഞാൻ എൻ്റെ ചമ്മാശ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞേക്കല്ലേ പ്രസംഗിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വാക്കുകളാകട്ടെ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരൊറ്റ ഭാഷയേ ഉള്ളൂ, ദ ലാംഗ്വേജ് ഓഫ് ലവ്. അതുകൊണ്ട് ഉറങ്ങുന്നു. എൻ്റെ പ്രസംഗം മോശമായതുകൊണ്ട് ഉറങ്ങിപ്പോയതാണോ അതോ വല്ല റാസയുടെ നീളം കൊണ്ടാണോ എന്നുള്ളത് ആലോചിച്ച് ഇങ്ങോട്ട് ചാരി ഇരിക്കും. ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ, നല്ല ഒന്നാം തരം ദിവാനെ ഇരിക്കുന്നവർ ചെന്ന് ഉറങ്ങുക. അങ്ങോട്ട് മോനെ ഇങ്ങോട്ട് മുമ്പോട്ട് നീങ്ങിയിരുന്നേ, നടുവൊക്കെ നേരെ, കാല് നീട്ടിയിരിക്കാതെ വല്യമ്മമാരിയിരിക്കുന്നവർ മടക്കി, കാല് മടക്കി വെക്കാൻ എടാ. When God speaks to us, He uses the language of love. സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഷ വേറെ ഒന്നുമില്ല. ലവ്, സ്നേഹത്തിൻ്റെ ഭാഷ മാത്രം. അത് കുഞ്ഞിന് മനസ്സിലാവും, അമ്മയ്ക്ക് മനസ്സിലാവും. ഇതാണ് ഗീവർഗീസേതായുടെ ജീവിത സാക്ഷ്യത്തിൻ്റെ സാരം. ഗുരുവിനെ സ്നേഹിച്ചു. തോമാശ്രീയുടെ വിശേഷം എന്താ? വലിയ സ്നേഹമായിരുന്നു യേശു ക്രിസ്തുവിനോട്. ഗീവർഗീസേതായിക്ക് സെയിൻറ്റ് മേരിയോട് ഭക്തി ഉണ്ടായിരുന്നോ ഇല്ലയോ? ചോദ്യം നിങ്ങളോട്, രണ്ട് ഭാഗത്തും ഇരിക്കുന്നവരോട്, ഉറങ്ങുന്നവർക്കും ഉറങ്ങാൻ തുടങ്ങുന്നവർക്കും കണ്ണ് തുറന്നിരിക്കുന്നവർക്കും വേണ്ടി ചോദ്യം. ഗീവർഗീസേതായോട്, കന്യാശ്രീമയോട് ബഹുമാനവും സ്നേഹം ഉണ്ടായിരുന്നോ ഇല്ലയോ? മിണ്ടുന്നില്ല കേട്ടോ. എല്ലാം ഇതാക്കി കമ്പ്യൂട്ടർ ഭാഷയെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളെന്താ പറയുന്നു? കന്യാശ്രീമയുടെ ബഹുമാനം ഉണ്ടായിരുന്നോ ഗീവർഗീസേതായിക്ക്? തിരുവല്ലാക്കാരത് പറയണം. ഞങ്ങളൊന്നിച്ച് പഠിച്ച ഒരേ പ്രായക്കാരാകട്ടോ, അദ്ദേഹം ചിരിക്കുന്നത് കൊണ്ട്. നിങ്ങൾ ബാലിയക്കര പള്ളിയിൽ പോകണം. അവിടെ കിഴക്കേ ഭിത്തിയിൽ ഇലച്ചായം കൊണ്ട് വരച്ച ഒരു ചിത്രമുണ്ട്, കണ്ടിട്ടുണ്ടോ? കിഴക്കേ മധുവയുടെ കിഴക്കേ ഭിത്തിയിൽ. അതിനകത്ത് ആ മൂലയ്ക്ക് തെക്ക് കിഴക്കേ മൂലയ്ക്ക് അമ്മയും കുഞ്ഞും കൂടി ഇരിപ്പുണ്ട്. ഗീവർഗീസേതായി ഈ ഡ്രാഗനെ കുത്തുന്ന പടം താഴെ, അപ്പുറത്ത് കന്യാശ്രീ അമ്മ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്നു. എന്താ അവിടെ കൊണ്ട് ഈ പടം വരച്ചതിൻ്റെ കാരണം? പോയി കാണണം കേട്ടോ. നിങ്ങൾ തിരുവല്ലാക്കാർ കണ്ടില്ല, മോശമാണ്. പാലിയേക്കര പള്ളിയുള്ള പടം വേറെയൊക്കെ ഇല്ല ഈ സാധനം, ഇങ്ങനൊരു പടം. അതിൻ്റെ അർത്ഥമല്ല. അപ്പോൾ പുതുപ്പള്ളിയെക്കുറിച്ച് ഓർക്കണം. എന്താ പുതുപ്പള്ളിയെ പാട്ട്? കുതിരയുടെ കാലിൽ ചുറ്റി മാതാവേ മരതകമേ വലഞ്ഞല്ലോ അടി. അതായി സംഭവം ഈ പടം. അപ്പോൾ കന്യാശ്രീമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ വലിയ മാതൃകയാണ് നമുക്കിത്. ആ അപകട രംഗത്ത് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതല്ലേ കണ്ടിട്ടില്ലേ ബാലിയക്കര പള്ളിയിൽ? ഇനിയും പോയി കാണും. ഈ പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് ഇനിയും പോയി തുറന്നു കയറി കാണും. ആ പടം കാണണം. നമ്മുടെ അത്യാവശ്യങ്ങളിൽ അപകടങ്ങളിൽ അമ്മയെ വിളിച്ച് അമ്മ കൈവിടത്തില്ല. ഗീവർഗീസേതായിക്ക് പോലും, അല്ലെങ്കിൽ ആ പടം വരച്ച അർത്ഥശൂന്യമാണ്. ഞാൻ മനുഷ്യൻ്റെ ഒരു സങ്കല്പമാണത്. അമ്മയെ വിളിച്ച് നിലവിളിക്കുന്നു, മാതാവേ മരതയും. അത് ആരും എഴുതിയ പാട്ടാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അവിടെ ഈ കണക്ഷൻ ഞാൻ കണ്ടു, പുതുപ്പള്ളിയും പാലിയേക്കരയും തമ്മിലുള്ള കണക്ഷൻ.
നിങ്ങൾ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. ഞാനവിടെ ഒരിക്കൽ പെരുന്നാളിൽ ഇത് കണ്ടേച്ച് അവരോടും പറഞ്ഞത് ഇതിങ്ങനെ. അതുകൊണ്ട് സെയിൻറ്റ് ജോർജ് നമുക്കൊരു വീരപുരുഷനായി, മാതൃകയായി, ജീവിതത്തിന് മാതൃക. അത്ഭുത പ്രവർത്തനം, മിറക്കിൾ വർക്കർ എന്നൊന്നും പറയരുതേ. നടന്നോളും, മിറക്കിളൊക്കെ നടന്നോളും. അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലേ നടക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവത്യാഗവും ഏറ്റവും മൗലികമായ നിലയിൽ ഏത് തത്വത്തെ മുൻനിർത്തി ജീവിച്ചോ അതിനുവേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം. അപ്പോൾ ഈശ്വരൻ അന്ന് ഇനി അച്ഛന്മാർ പ്രസംഗിക്കണം അടുത്ത കൊല്ലം. ഇഫ് ജീസസ് ഡൈഡ് ഫോർ മീ ഐ മസ്റ്റ് ലിവ് ഫോർ ഹിം. കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞേക്കണം പള്ളിയിൽ പോകുന്നത്. മൈ ലോർഡ് ഡൈഡ് ഫോർ മൈ സേക്ക്, സോ ദിസ് ഈസ് മൈ റിസോൾവ്, ഐ വിൽ ലിവ് ഫോർ. എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ അവന് വേണ്ടി ജീവിക്കും. ഇതൊരു ഇലക്ട്രിഫൈയിങ്ങാണ് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ. മനുഷ്യൻ പറ്റിയവർക്കും പറയാം. ശ്രേഷ്ഠനായ രക്തസാക്ഷിയായ ഗീവർഗീസ് അനുസ്മരണമാണ് നടക്കുന്നത്. ഇതെല്ലാവർക്കും നന്മയ്ക്കും ദേശത്തിന്, നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ദേശത്തിൻ്റെ അനുഗ്രഹമാണ്. ദേശവിളക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലാണിത്. ദേശത്തിൻ്റെ അനുഗ്രഹത്തിനായി ഈ രക്തസാക്ഷിത്വ അനുസ്മരണം തീരണം. അതിന് ദൈവം ഇടയാക്കട്ടെ. എല്ലാവർക്കും സെയിൻറ്റ് ജോർജിൻ്റെ പ്രാർത്ഥന കോട്ടയാവട്ടെ.